നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട മീററ്റ് കലാപക്കേസിൽ നീതിന്യായ കോടതികൾ കൂട്ടക്കൊല ചെയ്ത പോലീസുകാരോട് ചോദിച്ച ഒരു ചോദ്യം ഒരു പത്രത്തിലും അത് കാണില്ല. അങ്ങനെ ഒരു ചോദ്യമുണ്ടോ? ഉണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം മീററ്റിലെ ഹാഷിംപുരയിൽ 75 നിരപരാധികൾ കൂട്ടക്കൊല ചെയ്യും. ജഡങ്ങൾ പോലീസിന്റെ ട്രക്കിൽ കയറ്റി പുഴയിൽ തള്ളി. കോടതിയുടെ ചോദ്യം, എന്തുകൊണ്ടാണ് കൊല്ലപ്പെട്ട 75 നിരപരാധികളും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരായി പോയത്? എന്നിട്ട് കേസുണ്ടായി. ഒരു പത്രക്കാരനോട് കണ്ടില്ല. 3 പതിറ്റാണ്ടുകൾ ഈ ചോദ്യം കോടതി മുറികളിൽ ആവർത്തിച്ചുകൊണ്ടേ. കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദികളായ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ജീവന്യം നോക്കി തടവിൽ ശിക്ഷിക്കപ്പെട്ടു. ശരിയാണ്. ബാക്കി കൂടി പറ. ജബൽപൂർ, അലിഗഡ്, റാഞ്ചി, കൊൽക്കത്ത, മൊറാദാബാദ്, ബീഹാർ, പഞ്ചാബ്, ഭീവണ്ടി, ഗോത്ര, മണിപ്പൂർ. ഓർമ്മ വെച്ച കാലം മുതൽ ഇങ്ങനെ ഒരു സംഭവം
കീശ നിറച്ച് കാശ. അമ്മച്ചിക്ക് മരുന്ന് വാങ്ങണം, കുട്ടികൾക്ക് പുസ്തകം, കുഞ്ഞുടുപ്പ്, കളിപ്പാട്ടം, ഇതിനൊക്കെ തികയുണ്ട്. ഞങ്ങൾക്കെതിരെ പുതിയ വാർത്തകൾ പ്രചരിപ്പിച്ചു. ഇതൊരു കുറ്റവിചാരണയാണ്. ശിക്ഷാവിധി നടപ്പിലാക്കുന്നതിന് മുമ്പ് ആ വാർത്തകൾ വായിക്കൂ. ചാകുന്നതിന് മുമ്പ് വേഗമാവട്ടെ. ഡയാന രാജകുമാരി വീണ്ടും ഗർഭിണിയായി. ആനന്ദലബ്ധിക്ക് എന്തു വേണം? ഈ മഹാത്ഭുതം എങ്ങനെ സംഭവിച്ചു? പെണ്ണായിരിക്കാനാണ് സാധ്യതയെന്ന് നമ്മുടെ ലണ്ടൻ ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു. ലണ്ടൻ അവരുടെ സ്വർണ്ണവർണ്ണ പുച്ഛരോമങ്ങൾ, അവരുടെ മനോഹരമായ വിഴികൾ, കണ്ണുകൾ, ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഇംപീരിയൽ ബ്രിട്ടീഷ് വിക്ടോറിയൻ പാതകൾ. അവർ വെറും ഷൂവല്ല, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ മഹത്തായ പങ്കുവഹിച്ച ഒരു ഷൂവാണ് ബ്രിട്ടീഷ് ഇംപീരിയൽ വിക്ടോറിയൻ. നാളെ മുതൽ ഞങ്ങളുടെ മനോഹര ഹരഹര പത്രം രാജകുമാരിയുടെ കൗമാരം മുതൽ യൗവനം വരെ അവിടെ തൊട്ട് ഗർഭിണിയാവുന്നത് വരെയുള്ള കളർ ഫോട്ടോ സഹിതം രാജകുമാരിയുടെ അമ്മയുടെ കുതിര സവാരി മുതൽ. അതെന്തിനാ അവരാണ് രാജകുമാരി വേണ്ടി പ്രസംഗിക്കാൻ പോകുന്നത്? രാജകുമാരിയുടെ ഹണിമൂൺ ഉല്ലാസയാത്രകൾ, നീന്തൽക്കുളത്തിലെ പ്രണയ ലീലകൾ, അടിമുടി രാജകുമാരിയുടെ വികാര തരളിത ജീവചരിത്ര മുഹൂർത്തങ്ങൾ, കോർത്തിണക്കിയ സംഭവ ബഹുലമായ സചിത്ര ഫീച്ചർ സഹിതം ഞങ്ങളുടെ പത്രം നാളെ മുതൽ ഖണ്ഡശ പ്രസിദ്ധീകരിക്കും. അതെ, നാളെ മുതലേ ഞാൻ ഈ നാടകത്തിനില്ല. എടോ ഡ്യൂബേ, അതെ എന്റെ റോളെ താനെടുത്തോ. ഞാൻ ഈ നാടകത്തിനില്ല. ഞാൻ രാജകുമാരിയുടെ കാര്യം അന്വേഷിച്ച് പോവാണ്. ബൈ. അല്ല, എനിക്ക് രാജകുമാരിയെ വേറെടുക്കാൻ അതിനെ ഇവിടെ വിട്ടു കയറിയപ്പോ പണി പോയ വേറെ ആളുണ്ട്, തേരാപ്പാറ നടക്കുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട്? എല്ലാവർക്കും മനസ്സിലായില്ലേ ഈ ഗ്രൂപ്പിന്റെ വില എന്താന്നുള്ളത്? ഇപ്പോൾ കിട്ടിയ വാർത്ത. മതഭീകരവാദികൾ 24 മണിക്കൂറിനകം നിരപരാധികളായ ഇന്ത്യക്കാരെ അതിനിഷ്ഠൂരമായി കൂട്ടക്കൊല ചെയ്യും. അത് ശരിയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു മുറിച്ചുണ്ട്. മതഭീകരവാദികൾ 24 മണിക്കൂറിനകം നിരപരാധികളായ ഇന്ത്യക്കാരെ അതിനിഷ്ഠുരമായി കൂട്ടക്കൊല ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ നാളെ നിരപരാധികളായ ഇന്ത്യക്കാരെ തന്നെ നമ്മൾ ഇന്ത്യക്കാർ തന്നെയല്ലോ.
നമ്മൾ എവിടെക്കാരനാന്ന് പറയാം. ഞാൻ മക്കൾക്കാരൻ. അങ്ങനെ ഒരു രാജ്യമുണ്ടോ? അതാണ് എന്റെ രാജ്യം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ വീട്ടുകാരനാണെന്ന് പറയും. എന്റെ വീടാണ് എന്റെ രാജ്യം. ഞാനാണ് എന്റെ വീട്ടിന്റെ രാജാവ്. എന്റെ വീട്ടിൽ രാജാവില്ല. രാജ്ഞിയാണ്. എല്ലാ അധികാരങ്ങളും എനിക്കാണ്. പക്ഷെ നിങ്ങൾക്ക് നിരപരാധികളായിപ്പോയില്ലേ? ആര് പറഞ്ഞു? എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കുറ്റങ്ങൾ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവും. ഉണ്ടാവില്ല. ഞാനേ ചെറുപ്പത്തിലുള്ള പരിപാടി എന്താ അറിയാം? കോഴിക്കൊണ്ട കട്ടി വിറ്റിച്ച് കൂട്ടായി വാങ്ങി. ചെറിയ കളവൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ട്. തേങ്ങയൊക്കെ കെട്ടാൻ പറ്റി. ഞാൻ പിന്നെ ആ പറ്റില്ല. അണ്ടി എടുത്ത് ഇങ്ങനെ കുറെ മിഠായിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് അതേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് പ്രശ്നം ഉണ്ടാവും. വലിയ കോടതിയും നിങ്ങളെയൊന്നും വെറുതെ വിടാൻ പോകുന്നില്ല. അതിന് കോടതി രേഖ തപ്പി നോക്കിയിട്ടാണോ കൊലയാളികൾ കൊല്ലാൻ വരുന്നത്? അതൊക്കെ അവർക്കറിയാം. ആരാണ് കുറ്റവാളി, ആരാണ് നിരപരാധി, ആരാണ് ഇന്ത്യക്കാരൻ, ആരാണ് അതല്ലാത്തത്, എല്ലാ വിവരങ്ങളും അവർ ശേഖരിച്ചു കഴിഞ്ഞു. ഞാനിത് രണ്ടുമല്ല, നിരപരാധിയുമല്ല, ഇന്ത്യക്കാരനുമല്ല. പിന്നെ ഏതാണ് മകൻ എന്റെ രാജ്യം? ഭാരതം, അതാണ് എന്റെ രാജ്യം. അത് മാത്രമാണ് എന്റെ രാജ്യം. അതൊരു കുറ്റകൃത്യമല്ലല്ലോ. കൊലപാതകമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഓർക്കുന്നുണ്ടോ ഭുവനദാസിനെ? എന്നിൽ അർപ്പിക്കപ്പെട്ട എന്റെ കുലധർമ്മ നിയോഗത്തെ ധിക്കരിക്കുന്നവൻ ആരായാലും ഒന്ന് കലവിടുന്ന ഏതാണ് മകനെ എന്റെ കൊലപാതകം? എവിടെ ബ്രഹ്മാസ്ത്രങ്ങൾ അറിയില്ല. സൂര്യപുത്രൻ എവിടെയാണ് രാജുന്നത്? ആൾക്കാർ ക്ഷേത്രത്തിലേക്ക് എവിടുത്തെ ബ്രേക്കിംഗ് ന്യൂസ്. കലാപങ്ങൾ നമ്മുടെ ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്കും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മതവും രാഷ്ട്രീയവും പരീക്ഷിക്കപ്പെടുകയാണ്. എങ്ങനെയാണ് കലാപങ്ങൾ ഉണ്ടാകുന്നത്? പ്രത്യേക ബുള്ളറ്റിൻ ചർച്ച ചെയ്യുന്നു. ഇപ്പോൾ കിട്ടിയ വാർത്ത. മതഭീകരവാദികൾ 24 മണിക്കൂറിനകം നിരപരാധികളായ ഇന്ത്യക്കാരെ അതിനിഷ്ഠുരമായി കൂട്ടക്കൊല ചെയ്യും. നാടകത്തിൽ അഭിനയിക്കുന്ന ഡോക്ടർ അയ്യോ, അയാൾ പോകുമെന്ന് പറഞ്ഞതാ പോവല്ലേന്ന്. അതെ, നാളെ മുതലേ ഞാൻ ഈ നാടകത്തിലുണ്ട്. ഞാൻ ഈ നാടകത്തിലില്ല. എടോ ട്യൂബൻ. അതെ, എന്നോടെ താനെന്തോ ഗ്രാമം മുഴുവൻ ചുട്ടുകരിച്ച് ചാമ്പലാക്കി. ചിലപ്പോൾ തനിച്ചിരിക്കുമ്പോൾ ഞാൻ കാണുന്നു പായ് നിവർത്തിയൊഴുകി നീങ്ങുന്ന ശവമഞ്ചങ്ങൾ, വിളറിയ ജഡങ്ങളും മരിച്ച മുടി പിന്നിയിട്ട പെണ്ണുങ്ങളും, മാലാഖമാരെ പോലെ മരണം ശബ്ദത്തിലേക്ക് ഇഴഞ്ഞു കയറി ചെല്ലുന്നു. കാലില്ലാത്ത ചെരുപ്പ് പോലെ, ഉടലുകളില്ലാത്ത ഉടുപ്പുകൾ പോലെ മരണം കഥകിൽ മുട്ടുന്നു. മരണം അലറി വിളിക്കുന്നു. ശവക്കുഴികളിൽ നിന്നും അത് വന്നെത്തുന്നു. അതിൻ്റെ കാലടികൾ
എന്തുകൊണ്ട് എൻ്റെ നാടകങ്ങൾ ജന്മഭൂമിയിലെ പ്രശാന്ത സുന്ദരമായ മലനിരകളെക്കുറിച്ചും ഉല്ലാസത്തിൻ്റെ താഴ്വാരങ്ങളിലെ സുന്ദരന്മാരെയും സുന്ദരിമാരെയും തീർത്ഥാടന കേന്ദ്രങ്ങളിലെ ഭീമാകാരങ്ങളായ സ്മാരകങ്ങളെക്കുറിച്ചും പറയാതിരിക്കുന്നു എന്ന് പറയുന്നവരെ നമ്മൾ പഠിക്കാനയച്ച കുട്ടികൾ മരിച്ച തെരുവുകളിലാണെന്ന് നാടകം നിലവിളിക്കുന്നു. പിറവി കൊള്ളുന്ന ഒരു തലമുറയെ പിഴച്ച പാതി വഴിയിലിട്ടുപോയ ചതിയൻ പടനായകന്മാരെ, നിങ്ങളുടെ സുഖനിദ്രയുടെ ദുസ്വപ്നങ്ങളിൽ നാടകം നിലവിളിച്ചു കൊണ്ടേയിരിക്കും. ഉടലുകളില്ലാത്ത ഉടുപ്പുകൾ പോലെ, കാലുകളില്ലാത്ത ചെരുപ്പുകൾ പോലെ നാടകം നിലവിളിക്കുന്നു. പുതിയ വാർത്തകൾ